നമസ്കാരം. നമ്മുടെ വാക്കുകൾ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതിനുള്ള മനസ്സിന്റെ ഉപകരണങ്ങളാണ്. ഈ 3 വാക്കുകൾ മിക്ക ആളുകളും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നു. ഈ വാക്കുകൾ അവരുടെ ജീവിതത്തിലുണ്ടാക്കുന്ന പ്രതികൂല ഫലങ്ങളെക്കുറിച്ച് അവർ അറിയുന്നേയില്ല. നമ്മൾ വളരെ സാധാരണമാണെന്ന് കരുതുന്ന ഈ 3 വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായ മാനിഫെസ്റ്റേഷൻസ് കടന്നുവരുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്. ഈ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ദോഷകരമായ സ്വാധീനത്തെക്കുറിച്ച് അറിയാതെയാണ് നമ്മൾ ഇവ ഉപയോഗിക്കുന്നത്. ഈ വാക്കുകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരികയും അവ നിങ്ങളുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന നിമിഷം അവ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നിങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്തും. ആകർഷണ നിയമം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് വലിയ ഫലങ്ങൾ കാണാൻ സാധിക്കും. ഓരോ വാക്കുമെടുത്ത് അവയുടെ സ്വാധീനം എന്താണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഒന്നാമത്തെ വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഐ ഹോപ്പ്. ദൈനംദിന സംഭാഷണങ്ങളിൽ ആളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ആദ്യത്തെ വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഐ ഹോപ്പ് എന്നതാണ്. നിങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് ഒരു നെഗറ്റീവ് ഊർജം, നെഗറ്റീവ് എനർജി ഉണ്ട്. പ്രതീക്ഷ എന്ന വാക്കിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ഒരു നെഗറ്റീവ് വികാരമാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ലഭിക്കില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഒരു അത്ഭുതത്തിനോ യാദൃച്ഛികമായോ അത് സംഭവിക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന വികാരമാണ് ഈ വാക്കിൽ ഒളിഞ്ഞുകിടക്കുന്നത്. ഇത് സംഭവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഒരു മാന്ത്രികം നടക്കുമെന്നും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമെന്നും നിങ്ങൾ പറയുന്നു. അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ സ്വയം നഷ്ടബോധത്തിന്റെ ഡിപ്രിവേഷൻ അവസ്ഥയിലേക്ക് തള്ളിയിടുകയാണ്. നല്ലത് സംഭവിക്കാൻ നിങ്ങൾ അർഹനല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നും നിങ്ങൾ പറയുന്നു. ഇത് വളരെ സാധാരണമായി പുറത്തുവരുന്നതിനാൽ നിങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ല. ഞാൻ പണക്കാരനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് സമ്പന്നനാകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് നല്ല ജീവിതം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് എന്റെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, നല്ല അവസരങ്ങൾ എന്നെ തേടിവരുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് ആ പ്രൊമോഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, എനിക്ക് എന്റെ സ്വപ്നക്കാർ വാങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വാക്കുകൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചുറ്റും ഒരു നെഗറ്റീവ് എനർജി സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ആകർഷണ നിയമം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ആകർഷണ നിയമം നിങ്ങളുടെ ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന ഊർജ്ജം മാത്രമാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. നിങ്ങൾ നഷ്ടബോധത്തിന്റെയും ഡിപ്രിവേഷൻ അയോഗ്യതയുടെയും അൺവേർതി വൈബ്രേഷണൽ ഊർജ്ജത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അതാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ പോകുന്നത്. നിങ്ങൾ എത്രത്തോളം നഷ്ടബോധം അനുഭവിക്കുന്നുവോ അത്രത്തോളം ആ നഷ്ടബോധം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ ഉള്ളിലുള്ളതെന്തോ അത് ബാഹ്യലോകത്തേക്ക് പ്രതിഫലിക്കുന്നു. ഇതിനു പകരം നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുക. ഈ വാക്കുകൾ സംഭാഷണത്തിൽ പറയുമ്പോൾ സ്വയം ശ്രദ്ധിക്കുകയും അവിടെ നിർത്തി അവ മാറ്റുകയും ചെയ്യുക. ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതിനു പകരം എന്തു പറയാൻ കഴിയും? ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നത് നിസ്സഹായതയുടെയും ദൗർബല്യത്തിന്റെയും സ്ഥാനത്ത് നിന്ന് വരുന്നതുകൊണ്ട് നിങ്ങൾ ആ വാക്കുകളെ ഉറപ്പിന്റെയും സർട്ടൻറ്റി സമൃദ്ധിയുടെയും അബണ്ടൻസ് വൈബ്രേഷണൽ ഊർജ്ജമുള്ള ഒന്നായി മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം എനിക്കറിയാം, ഐ നോ എന്നതിലേക്ക് മാറ്റുക. എനിക്ക് പണം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ഈ വാക്യം ഇങ്ങനെ മാറ്റി പറയുക: എനിക്കറിയാം ഈ പണത്തിന് ഞാൻ അർഹനാണെന്ന്. വിജയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്ന് എനിക്കറിയാം. എനിക്കറിയാം, എനിക്കറിയാം, എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന വാക്ക് നീക്കം ചെയ്യുക. അത് എനിക്കറിയാം എന്ന വാക്കുപയോഗിച്ച് എന്നേക്കുമായി മാറ്റിസ്ഥാപിക്കുക. നിങ്ങൾ ഈ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുമ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായി പ്രതിഫലിക്കും. എനിക്കറിയാം, എനിക്ക് ധാരാളം പണമുണ്ടെന്ന്. നല്ല കാര്യങ്ങൾ എന്റെ വഴിക്ക് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്കറിയാം എന്ന് പറയുമ്പോൾ വരുന്ന ഊർജ്ജമാറ്റം ശ്രദ്ധിക്കുക. ഈ വാക്കുകളുമായി ബന്ധപ്പെട്ട് ഒരു ഉത്സാഹവും പോസിറ്റിവിറ്റിയും ഉണ്ട്. അതിനാൽ പ്രപഞ്ചം നിങ്ങൾക്ക് തിരികെ ഉത്സാഹവും പോസിറ്റിവിറ്റിയും നൽകി അനുഗ്രഹിക്കും. രണ്ടാമത്തെ വാക്ക് എനിക്ക് വേണം, ഐ നീഡ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്ക് എനിക്ക് വേണം, ഐ നീഡ് എന്നതാണ്. എനിക്ക് ജീവിതത്തിൽ കൂടുതൽ പണം വേണം, എനിക്കൊരു കാമുകിയെ വേണം, എനിക്ക് വിജയകരമായ ബിസിനസ് ബന്ധം വേണം, എനിക്കൊരു കാർ വേണം, എനിക്കൊരു വീട് വേണം. അങ്ങനെ പലതും. ഓരോ തവണയും നിങ്ങൾ എനിക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ എന്ത് ഊർജ്ജമാണുള്ളത്? നിങ്ങളൊരു ആവശ്യക്കാരനാണ്, നീഡി പേഴ്സൺ എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ നഷ്ടബോധമുള്ള ഡിപ്രിവേഷൻ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നു. ജീവിതത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ ഓടുകയാണ്. അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് പോരാടാൻ പ്രേരിപ്പിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ അർഹിക്കുന്നത് ഇതാണെന്ന് നിങ്ങൾ കരുതുന്നു. മിക്ക ആളുകളും ഇത് തിരിച്ചറിയാതെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചാൽ നന്നായിരിക്കും എന്നവർ നിങ്ങളോട് പറയും. എനിക്കിത് വേണം. എന്റെ സഹപ്രവർത്തകർ എന്നോട് അത്ര ക്രൂരരാകാതിരിക്കാൻ എനിക്ക് വേണം. എന്റെ ജോലിസ്ഥലത്ത് ആളുകൾ എന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വേണം. എന്റെ അയൽക്കാരൻ കുറച്ചുകൂടി ഒളിഞ്ഞുനോട്ടം, കുറച്ച് സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കാൻ എനിക്ക് വേണം. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന എല്ലാറ്റിന്റെയും സമൃദ്ധി, അബണ്ടൻസ് നിറഞ്ഞ ഒരു ലോകത്താണ്.
പണം, സ്നേഹം, ഐശ്വര്യം, സന്തോഷം എന്നിവയുടെയെല്ലാം സമൃദ്ധി ഈ ലോകത്തുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ അർഹതയും സമൃദ്ധിയും അനുഭവിക്കാൻ അനുവദിച്ചാൽ മാത്രം മതി നിങ്ങൾക്കിവയെല്ലാം നേടാൻ കഴിയും. പ്രപഞ്ചം നിങ്ങളെ എല്ലാ മനോഹരമായ വഴികളിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സന്തോഷത്തിനായി പുറത്തു നോക്കുന്നത് നിർത്തുക എന്നതാണ്. നിങ്ങളുടെ അത്യാഗ്രഹം, ഡെസ്പറേഷൻ, നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങളിൽ നിന്ന് അകറ്റുകയുള്ളൂ. നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന ഊർജ്ജത്തിന് വീണ്ടും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ അനുഗ്രഹിക്കാനും രൂപപ്പെടുത്താനും കഴിയും. ഒരു പുരുഷനോ സ്ത്രീയോ തങ്ങളോട് അമിതമായി ആവേശം കാണിക്കാത്ത ഒരാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമിതമായി ഒട്ടിപ്പിടിക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ആകർഷണം തോന്നാറില്ല. ഇത് നമ്മുടെ മനഃശാസ്ത്രത്തിൽ തന്നെ ഉൾച്ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ ആന്തരിക സ്വത്വത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ സമൃദ്ധിയുള്ളവനാണെന്ന് നിങ്ങൾക്ക് തോന്നണം. നിങ്ങൾ സ്വയം തൃപ്തനാണെന്ന ഒരിടത്തു നിന്ന് നിങ്ങൾ വരണം. നിങ്ങൾക്ക് പണം ആവശ്യമില്ല. നിങ്ങൾക്ക് ഐശ്വര്യം അനുഭവിക്കാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല. നിങ്ങളോട് തന്നെ പറയുക, എന്റെ ജീവിതം സമൃദ്ധി നിറഞ്ഞതാണ്. എന്റെ ജീവിതം ഐശ്വര്യം നിറഞ്ഞതാണ്. ഞാൻ എല്ലാ ദിവസവും ഈ വികാരം വർദ്ധിപ്പിക്കുന്നു. നിങ്ങളോട് തന്നെ വീണ്ടും വീണ്ടും പറയുക. അതിനൊരു കാരണം കണ്ടെത്തുക. എന്റെ ജോലിയോട് എനിക്ക് അഭിനിവേശമുള്ളതുകൊണ്ട് ഞാൻ അർഹനും സമൃദ്ധനുമാണ് എന്ന് എനിക്കറിയാം. പ്രപഞ്ചം എന്നെ എല്ലാ ദിവസവും അനുഗ്രഹിക്കുന്നു. എന്റെ മേശപ്പുറത്ത് കഴിക്കാൻ എനിക്ക് ഭക്ഷണമുണ്ട്. ലോകം പരിവേഷണം ചെയ്യാൻ എന്റെ മുന്നിൽ ഈ ജീവിതമുണ്ട്. എന്റെ അഭിനിവേശം എനിക്കുവേണ്ടി പണം യാന്ത്രികമായി കൊണ്ടുവരുന്നു. എനിക്ക് ജീവിതത്തോട് അഭിനിവേശമുണ്ട്. എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതെല്ലാം എന്റെ പക്കലുണ്ട്. എനിക്ക് ലഭിച്ച ആരോഗ്യത്തോടെ ഞാനിവിടെയിരിക്കുന്നു. ഞാൻ സമൃദ്ധനായൊരു മനുഷ്യനാണ്. എനിക്ക് വേണം എന്ന വാക്കിന്റെ ഊർജ്ജവും ഞാൻ സമൃദ്ധനാണ് എന്ന് പറയുന്നതിന്റെ ഊർജ്ജവും തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി പോസിറ്റിവിറ്റി പ്രസരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുക. നിങ്ങൾ വൈബ്രേഷണൽ ഊർജ്ജത്തിന്റെ ഒരു വ്യക്തിരൂപമാണ്. ആ ഊർജ്ജത്തെ അതിന്റെ ശുദ്ധമായ രൂപത്തിലേക്ക് ചാനലൈസ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം പ്രപഞ്ചത്തിൽ എവിടെയോ ഇതിനകം നിലവിലുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളുമായി നിങ്ങൾ ഒന്നായിത്തീരുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ അത്ഭുതകരമായ രീതിയിൽ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിങ്ങൾ അവയിലേക്ക് സ്വയം തള്ളിവിടാൻ ശ്രമിക്കാതെ തന്നെ പുതിയ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. മൂന്നാമത്തെ വാക്ക് എനിക്ക് കഴിയില്ല, ഐ കാൺറ്റ്. നിങ്ങൾക്ക് വേണ്ടി പറയാൻ കഴിയുന്ന മൂന്നാമത്തേതും ഏറ്റവും നെഗറ്റീവായതുമായ വാക്ക് എനിക്ക് കഴിയില്ല, ഐ ക്യാൻറ്റ് എന്നതാണ്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് ജീവിതത്തിൽ ഇത് നേടാൻ കഴിയില്ല, എനിക്ക് വിജയിക്കാൻ കഴിയില്ല. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായ മുൻ അനുഭവങ്ങൾ കാരണമുണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങളാണ്. അത് ഈ ദിവസം വരെ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനോ നേടാനോ കഴിയില്ല എന്നാണ്. അതിന്റെ ഫലമാണ് ഈ കഴിഞ്ഞകാല അനുഭവങ്ങൾ. നിങ്ങളത് സ്വയം സത്യമാണെന്ന് വിശ്വസിക്കാനും തുടങ്ങുന്നു. എന്നാൽ ഷേക്സ്പിയർ എന്റെ നാടകങ്ങൾ ആരും വായിക്കില്ല, എന്തെങ്കിലും എഴുതുന്നത് സമയനഷ്ടമാണ് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സാഹിത്യരംഗത്ത് ഒരു ശ്രേഷ്ഠമായ മനസ്സിനെ ചരിത്രം രേഖപ്പെടുത്തുമായിരുന്നില്ല. അദ്ദേഹത്തിന് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഇന്നും ജീവനോടെ നിലനിർത്തുന്ന അദ്ദേഹത്തിന്റെ കൃതികൾ നമുക്ക് ലഭിച്ചു. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി അതിനെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിക്കുന്നതുവരെ നിങ്ങൾ അറിയുകയില്ല. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ശക്തി പുറത്തുവരില്ല. ജെ.കെ. റൗളിങ്ങിന്റെ മറ്റൊരു ഉദാഹരണമെടുക്കുക. ഹാരി പോട്ടർ പരമ്പരയിലെ ആദ്യ പുസ്തകം പുറത്തിറങ്ങുന്നതിനു മുമ്പ് അവർ ദുരിതമയമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അവർക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, ബന്ധം തകർന്നു, ഈ പ്രക്രിയയിൽ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടു, പിന്നീട് വീണ്ടും ഒരു ദുരുപയോഗപരമായ വിവാഹബന്ധത്തിൽ അകപ്പെട്ടു. പല പ്രസിദ്ധീകരണങ്ങളും അവരെ നിരസിച്ചു. അവർക്ക് കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവർ ഒരു പ്രസിദ്ധീകരിച്ച എഴുത്തുകാരിയാകാൻ കഴിയില്ലെന്ന് സ്വയം പറഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ പ്രശസ്തി അവർക്കൊരിക്കലും ലഭിക്കില്ലായിരുന്നു. തനിക്ക് കഴിയുമെന്ന് അവർ സ്വയം പറഞ്ഞു. തുടർന്ന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരുടെ പുസ്തകങ്ങൾ ബുക്ക് സ്റ്റോറുകളിൽ വിറ്റുതീരുകയും അവർ ലോകപ്രശസ്ത എഴുത്തുകാരിയാവുകയും ചെയ്തു. യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നതിനു മുമ്പ് എല്ലാം ദുരിതമയമായി തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ വിശ്വാസവും ശക്തമായ നിശ്ചയദാർഢ്യവുമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നത്. ഓപ്ര വിൻഫ്രിയെപ്പോലുള്ള മറ്റു വ്യക്തിത്വങ്ങളെ നോക്കുക. അവർ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വയം പുറത്തുവന്നു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ധനികരിൽ ഒരാളാണ്. തന്റെ ദാരിദ്ര്യത്തിന് ഒരവസാനവുമില്ലെന്ന് അവർ തുടർന്നും വിശ്വസിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതം മറ്റൊരു രീതിയിൽ മാറിയേനെ. സ്റ്റീവ് ജോബ്സ് പോലും പറയുന്നു, നിങ്ങളെക്കാൾ വലിയ ബുദ്ധിയില്ലാത്തവരാണ് ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ന വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നിങ്ങളെയും എന്നെയും പോലെയുള്ള സാധാരണക്കാരായ ആളുകളെയാണ്. എന്നാൽ ആ ആളുകൾക്ക് മാത്രമേ ലോകത്തെ മാറ്റാനുള്ള കഴിവുള്ളൂ, കൂടാതെ സ്വയം വിശ്വസിക്കുന്ന ആളുകൾക്ക്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ എന്താണെന്ന് വിശ്വസിക്കുന്നുവോ അതെല്ലായ്പ്പോഴും ബാഹ്യലോകത്ത് പ്രതിഫലിക്കും. അതിനാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് നേടാൻ കഴിയും എന്ന് മനസ്സിൽ വയ്ക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരിക്കലും നിങ്ങളോട് പറയരുത്. ഈ വാക്ക് നിങ്ങളുടെ പദാവലിയിൽ നിന്ന് നീക്കം ചെയ്യുക. എനിക്ക് കഴിയും, ഐ ക്യാൻ എന്ന് പറയാൻ തുടങ്ങുക.
എല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള അനന്തമായ സാധ്യതകൾ നിറഞ്ഞതാണ് ലോകം. നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്ന നിങ്ങളുടെ വാക്കുകൾക്ക് ലോകത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. എലോൺ മസ്കിനെ പോലുള്ള ആളുകളെ നോക്കുക. ചൊവ്വയെ കോളനിവൽക്കരിക്കാൻ അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ട്. അതിനായി അദ്ദേഹം SpaceX എന്ന പ്രോഗ്രാം ആരംഭിച്ചുവെന്ന് നമുക്കറിയാം. അതാണ് അദ്ദേഹത്തിന്റെ ദർശനം. അതൊരു ദിവസം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം സമാരംഭിക്കാൻ നാസയുമായി എങ്ങനെ മത്സരിക്കാൻ കഴിഞ്ഞുവെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ലളിതമായി പ്രതികരിച്ചത്, ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നുവെന്ന് ചിരിച്ചുകൊണ്ടാണ്. നാസയെക്കുറിച്ച് അരക്ഷിതനാകാതെ അദ്ദേഹം തന്റെ കാഴ്ചപ്പാടിൽ മാത്രം എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. തനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ലതിലേക്ക് മാറ്റാൻ നിങ്ങൾ പോകുന്നു എന്ന് ഇന്ന് നിങ്ങൾ സ്വയം ഒരു തീരുമാനമെടുക്കുക. കാരണം നിങ്ങളുടെ യാഥാർത്ഥ്യം മാറ്റാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നു എന്ന് ഇന്ന് ഈ തീരുമാനമെടുക്കുക. നിങ്ങൾ എപ്പോഴും ആഗ്രഹിച്ച പണം നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ സ്വപ്ന ജീവിതം നിങ്ങൾക്ക് നേടാൻ കഴിയും. എന്തുകൊണ്ട് എന്ന് സ്വയം ചോദിക്കുന്നത് നിർത്തി എന്തുകൊണ്ട് പാടില്ല എന്ന് സ്വയം പറയാൻ തുടങ്ങുക. എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് നേടാൻ കഴിയില്ല? പോസിറ്റിവിറ്റിയോടും സന്തോഷത്തോടും കൂടി നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ മികച്ച പതിപ്പായിരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ അർഹതയുണ്ട്. നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകാൻ അർഹതയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയുണ്ടാകാൻ അർഹതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്സാഹവും പോസിറ്റിവിറ്റിയും നിറയ്ക്കുന്ന പുതിയ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടും. പോസിറ്റീവ് മനോഭാവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയെ ആകർഷിക്കും. നിങ്ങളിൽ നിക്ഷേപിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങളോട് തന്നെ പറയുന്നത് നിർത്തുക. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കൂ. അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ തുടങ്ങും.